നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇസ്ലാമിക ഫിഖ്ഹിൽ നിലനിൽക്കുന്ന ചില പുതിയ ട്രെൻഡുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായി അപഗ്രഥിക്കുക എന്നത് ഈ ചെറിയ ഒരു സമയത്തിനുള്ളിൽ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ചില സെലക്റ്റഡ് ടോപ്പിക്കുകളിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫിഖ്ഹു സുന്ന, അൽ ഫിഖ്ഹുൽ മുഖാറൻ, അൽ ഇജ്തിഹാദ് അൽ തൻസീലി, ഫിഖ്ഹുൻ നവാസിൽ, അൽ ഇജ്തിഹാദ് അൽ ജമാഇ, മഖാസിദു ശരിയ, മൗസൂഅ ഫിഖ്ഹിയ, ഇങ്ങനെ ചില ടോപ്പിക്കുകളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിലാദ്യമായിട്ട് അൽ ഇജ്തിഹാദുൽ ജമാഇ. ഇജ്തിഹാദ് എന്താണെന്ന് നമ്മളിൽ മിക്ക ആളുകളും കേട്ടതായിരിക്കും, പരിചയപ്പെട്ടതായിരിക്കും. ഈ ഇജ്തിഹാദിൻ്റെ പുതിയൊരു രൂപം, പുതിയൊരു ഭാവമാണ് അൽ ഇജ്തിഹാദ് അൽ ജമാഇ എന്ന് പറയുന്നത്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ സംഘടിത ഇജ്തിഹാദ്, സംഘടിത ഗവേഷണം എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു കൂട്ടം പണ്ഡിതന്മാർ അവർ ചേർന്നുകൊണ്ട് പുതിയ കാലത്തെ വിഷയങ്ങൾക്ക് നിവാരണം കണ്ടെത്തുക, അതിനോട് കൃത്യമായി ഇടപെടുക എന്നതാണ്. ഇതിനുവേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു ബോഡി, അതിനാണ് മജ്മഉൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന് പറയുന്നത്. ഈ മജ്മഉൽ ഫിഖ്ഹിൽ ഇസ്ലാമിയിൽ പണ്ഡിതന്മാർ മാത്രമല്ല, മറ്റു വിജ്ഞാന ശാഖകളിൽ അഗാധമായ അറിവുള്ള വ്യക്തികളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മജ്മഅ് നിർമ്മിക്കുന്നത്. നമ്മുടെ ഭാഷയിൽ വേണമെങ്കിൽ അതിനെക്കുറിച്ച് മുഷാവറ, ശൂറ എന്നൊക്കെ പറയാം. പണ്ഡിതന്മാരല്ലാത്തവരെ എന്തിനാണ് ഈ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് എന്നതിൻ്റെ മറുപടിയായിട്ട് പറയുന്നത് തസവ്വുറുൽ വാഖിഅ്, ഇതിനു വേണ്ടിയാണ്. ഒരു മസ്അല അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതത് മേഖലകളിൽ പരിചയസമ്പന്നരായ ആളുകളുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ആവശ്യമാണ്. ഈ ഒരു തസവ്വുർ നേടിയെടുക്കാനാണ് പണ്ഡിതന്മാരല്ലാത്തവരെ കൂടെ ഈ ഒരു മജ്മഉൽ ഫിഖ്ഹിൽ ഇസ്ലാമിയയിലേക്ക് പരിഗണിക്കുന്നത്. സാധാരണ പറയാറുണ്ട് അൽ മുഫ്തി അസീറുൽ മുസ്തഫ്തി, ഫത്വ ചോദിക്കുന്ന വ്യക്തിയുടെ അടിമയാണ്, ബന്ദിയാണ് ഫത്വ കൊടുക്കുന്ന മുഫ്തി എന്ന്. ചോദ്യം ചോദിക്കുന്ന മുസ്തഫ്തി എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചാണ് മുഫ്തിയുടെ ചോദ്യം ഉണ്ടാവുക. അതൊരു പക്ഷേ വാക്കിൽ അതിനോട് യോജിച്ചു കൊള്ളണമെന്നില്ല. ഉദാഹരണം, നെറ്റ്വർക്ക് ബിസിനസ് എന്താണെന്ന് അതിൻ്റെ ഹുക്കുമ് ചോദിക്കുന്ന ഒരു മുസ്തഫ്തി, ഈ മുസ്തഫ്തി എങ്ങനെയാണോ നെറ്റ്വർക്ക് ബിസിനസ്സിനെ പരിചയപ്പെടുത്തുന്നത് അതിനെക്കുറിച്ചാണ് മുഫ്തി ഫത്വ കൊടുക്കുക. ചിലപ്പോൾ ഈ മുസ്തഫ്തി, ഫത്വ ചോദിക്കുന്ന വ്യക്തി അവതരിപ്പിക്കുന്നത്, നെറ്റ്വർക്ക് ബിസിനസ്സായിട്ട് അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന ബിസിനസ് ആയിരിക്കുകയില്ല. അപ്പോൾ തസവ്വുറും ഈ ഹുക്കുമും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടാകും. ഈ വ്യത്യാസത്തെ ഇല്ലാതാക്കുക, കൃത്യമായി വാക്കിനെ തസവ്വുർ ചെയ്യുക എന്നതിന് വേണ്ടിയാണ് പണ്ഡിതന്മാരല്ലാത്തവരെ കൂടെ ഈ ഒരു സഭയിലേക്ക് പരിഗണിക്കുന്നത്. അത് വളരെ നല്ല പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്, കൃത്യമായ തസവ്വുറുൽ വാഖിഅ് ഉണ്ടാക്കിയെടുക്കുക എന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കാണാതെ പോയ, നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴും ഇങ്ങനെ മജ്മഉൽ ഫിഖ്ഹിൽ ഇസ്ലാമി പുറപ്പെടുവിക്കുന്ന ഫത്വകൾ അത് മദ്ഹബുകൾക്ക് അപ്പുറത്തെ, മദ്ഹബുകൾ വെച്ച് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഫത്വകളാണ് അവർ പുറപ്പെടുവിക്കുന്നത്. ഉദാഹരണത്തിന് കർലാവി,
കർലാവിയുടെ ഫത്വകൾ അത് 4 മദ്ഹബിൽ നിന്ന് ഒരു മദ്ഹബ് പ്രകാരവും ന്യായീകരിക്കാൻ കഴിയാത്ത ഫത്വകൾ അദ്ദേഹത്തിൻ്റെ ഫത്താവയിലുണ്ട്. അദ്ദേഹം ഈ മജ്മഉൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ, ഇത് വ്യത്യസ്ത നാടുകളിലുണ്ട്, വ്യത്യസ്ത പ്രദേശങ്ങളിലുമുണ്ട്, ഇത്തരം ഒരു മജ്മഉൽ ഫിഖ്ഹുൽ ഇസ്ലാമിയുടെ അംഗമാണ് അദ്ദേഹവും. പക്ഷേ അവർ പുറപ്പെടുവിക്കുന്ന ഫത്വകൾ, അവർ സമൂഹത്തിന് നൽകുന്ന വിശദീകരണങ്ങൾ അത് പലപ്പോഴും ഫിഖ്ഹിനോട് യോജിക്കാത്തതാണ്. മജ്മഉൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന് കേൾക്കുമ്പോൾ, അതിൻ്റെ വിശദീകരണം കേൾക്കുമ്പോൾ നമ്മൾക്ക് വളരെ രസകരമായി, വളരെ നല്ലൊരു കൺസെപ്റ്റായി തോന്നുമെങ്കിലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ പരിണിതി പരിശോധിക്കുമ്പോഴാണ് അതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. ഈ മജ്മഉൽ ഫിഖ്ഹിൽ ഇസ്ലാമി തന്നെ, അല്ലെങ്കിൽ അൽ ഇജ്തിഹാദുൽ ജമാഇ എന്ന് പറയുന്ന ഈ സംഘടിത ഇജ്തിഹാദ്, ഇത് 2 രീതിയിലുണ്ട്. ഒന്ന്, കൃത്യമായ മദ്ഹബിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പാരമ്പര്യമായ ഫിഖ്ഹ് വായിക്കുന്നത് പോലെയുള്ള ഫിഖ്ഹിൻ്റെ അവതരണം. മറ്റൊന്ന്, ഖുർആനിലും ഹദീസിലും ഇജ്തിഹാദ് ചെയ്യുക. ഈ ഒരു ഇസ്തിലാഹിയായ ഇജ്തിഹാദും അവർ വാദിക്കുന്നുണ്ട്. ഇനി മദ്ഹബിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മസ്അലകൾ പറയുമ്പോൾ വളരെ ശാദായ, മദ്ഹബിൽ തീരെ പരിഗണിക്കപ്പെടാത്ത അഭിപ്രായങ്ങളും ഇവർ ഫത്വയായി നൽകുന്നുണ്ട് എന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അല്ലാമ മുസ്തഫ ബഷീർ അത്തറാബൽസി അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഇത്തരം ഫത്വകളെക്കുറിച്ച്, വഴിവിട്ടുപോയ ഫത്വകളെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങളും മറ്റും നിരീക്ഷിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് മൻഹജുൽ ബഹ്സി വൽ ഫത്വ ഫിൽ ഫിഖ്ഹിൽ ഇസ്ലാമി ബൈനൽ ലിബാത്തി സാബിഖീൻ വൽത്തിറാബിൽ മുആസിരീൻ അൽ ഉസ്താദാനി സയ്യിദ് സാബിഖ് വൽ ഖർലാവി നമൂദജൻ. മുൻകാലക്കാരായ പണ്ഡിതന്മാരുടെയും ആധുനികരായ ആളുകളുടെയും ഫത്വകൾ തമ്മിലുള്ള വ്യത്യാസം, അത് സയ്യിദ് സാബിഖ് അതുപോലെ ഖർലാവി, ഇവരെ 2 പേരെയും ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം സമർത്ഥിക്കുന്നത് ഇങ്ങനെ അൽ ഇജ്തിഹാദുൽ ജമാഇ അല്ലെങ്കിൽ മജ്മഉൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്നൊക്കെ പേരിൽ മസ്അലകൾ ചർച്ച ചെയ്യുകയും അതിന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷേ പലപ്പോഴും ഈ ഫത്വകൾ, ഈ മസ്അലകൾ ഒരിക്കലും ഫിഖ്ഹിനോട് യോജിക്കാത്തത്, 4 മദ്ഹബിനോടും യോജിക്കാത്തതുമാണ് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയമാണ് ഫിഖ്ഹുൽ അഖല്ലിയാത്ത്. അഖല്ലിയ എന്ന് പറയുന്നത് ന്യൂനപക്ഷം, മൈനോറിറ്റി ഫിഖ്ഹ് എന്നതിനെക്കുറിച്ച് പറയാം. ന്യൂനപക്ഷ ഫിഖ്ഹ്. ന്യൂനപക്ഷ ഫിഖ്ഹ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചില പ്രദേശത്തെ മുസ്ലിങ്ങൾ അവർ വളരെ ദുർബലരായിരിക്കും, അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇസ്ലാമിൻ്റെ നിലപാടുകൾ തുടരാൻ സാധിക്കില്ല. ഇത് അവരുടെ വാദമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായൊരു ഫിഖ്ഹ് നിർമ്മിക്കണം. ഇതാണ് ഫിഖ്ഹുൽ അഖല്ലിയാത്തിൻ്റെ ആകത്തുക. ഫിഖ്ഹുൽ അഖല്ലിയാത്തിൻ്റെ ടൂളായിട്ട് അവർ പരിചയപ്പെടുത്തുന്നത് ലറൂറത്ത് എന്ന ഫിഖ്ഹിലെ ടേമിനെയാണ്. അൽ ലറൂറാത്തു തുബീഹുൽ മഹ്ലൂറാത്ത്, അതുപോലെ അൽ അംറു ഇദാ ലാഖത്തസഅ, ഇത്തരം ചില ഖവായിദിനെയാണ് അവർ ഈ ഫിഖ്ഹുൽ അഖല്ലിയാത്തിന് ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ 2 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന്, അൽ ലറൂറത്തു തുബീഹുൽ മഹ്ലൂറാത്ത്, അതുപോലെ അൽ അംറു ഇദാ ലാഖത്തസഅ, അൽ മശഖത്തു തജ്ലീബു തൈസീറ, ഇങ്ങനെയുള്ള ചില ഖവായിദുകൾ അത് ഇസ്ലാമിക ഫിഖ്ഹിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷേ ഇവർ പലപ്പോഴും അതിനെ പ്രയോഗിക്കുന്നത് അതിൻ്റെ ശരിയായ മെത്തഡോളജിയിലൂടെ, ശരിയായ
രീതിശാസ്ത്രത്തിലൂടെയല്ല. ലറൂറത്ത്, അനിവാര്യമായ ചില കാര്യങ്ങൾ, ചില ഹറാമുകളെ ഹലാലാക്കി തീർക്കും. ചില അവസരങ്ങളിൽ ചില ഹറാമുകൾ ചെയ്യുന്നത് ഈ അവസരത്തിൽ ഹറാമല്ലാതെയായിത്തീരും, ഹലാലായിത്തീരും എന്നാണ് ഈ കായിദ പറയുന്നത്. പക്ഷേ ഈ കായിദ വിവരിച്ച ഉലമാ തന്നെ അതിന് കൃത്യമായ വിശദീകരണങ്ങൾ, കൃത്യമായ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഈ നിബന്ധനകളൊന്നും പാലിക്കാതെയാണ് ഫിഖ്ഹുൽ അഖല്ലിയാത്ത് എന്ന സംജ്ഞ, എന്ന ടേം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ ഈ കായിദകളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് അവരിലേക്ക് വന്നൊരു ചോദ്യമാണ്, സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം, അദ്ദേഹത്തിന് മദ്യം വിൽക്കേണ്ടതുണ്ട്. മദ്യം വിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെടും. അപ്പോൾ അദ്ദേഹം ആ ജോലിയിൽ തന്നെ തുടരണമോ വേണ്ടയോ എന്ന്. ഇതിന് ഇങ്ങനെ ഫിഖ്ഹുൽ അഖല്ലിയാത്തിൻ്റെ ആളുകൾ ഫത്വ കൊടുത്തത്, മറുപടി കൊടുത്തത്, അദ്ദേഹത്തിന് മദ്യം വിൽക്കാം, കാരണം അദ്ദേഹം ന്യൂനപക്ഷ രാഷ്ട്രത്താണ്, അത് ലറൂറത്താണ് എന്നാണ് ഫത്വ കൊടുത്തത്. അത് ലറൂറത്താണെങ്കിൽ ഓക്കെ, ഫത്വ ശരിയാണ്. പക്ഷെ അത് ലറൂറത്താണോ? ഫുഖഹാ ലറൂറത്തിനെ വിശദീകരിച്ചതിൽ അത് പെടുമോ? ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അദ്ദേഹത്തിന് വേറെ ജോലികൾ ഇഷ്ടം പോലെയുണ്ട്. അദ്ദേഹം ഒരു ന്യൂനപക്ഷ രാഷ്ട്രത്തായി, മുസ്ലിങ്ങൾ കുറവുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വളരെ ദുർബലരായ രാഷ്ട്രത്തായി എന്നതുകൊണ്ട് അദ്ദേഹത്തിന് മദ്യം വിൽക്കണമെന്നില്ലല്ലോ. വേറെ ഒരുപാട് മാന്യമായ ജോലികൾ തന്നെ അദ്ദേഹത്തിന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ലറൂറത്ത് എന്ന ടേമിനെ, അനിവാര്യത എന്ന ടേമിനെ, അതിനെ പ്രയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഫിഖ്ഹുൽ അഖല്ലിയാത്തിൻ്റെ ആളുകൾ. മറ്റൊന്ന്, രണ്ടാമത്തൊരു കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ ലറൂറത്ത് എന്ന് പറയുന്ന ടേം, അതുപോലെ അൽ മശക്കത്തു തജ്ലിബു തൈസീറ എന്ന് പറയുന്ന ടേം, ഇത് രാഷ്ട്രബന്ധിതമല്ല, അതൊരു നേഷൻ ബൗണ്ടഡ് അല്ല. ചില രാഷ്ട്രങ്ങളിൽ മാത്രമേ അത് ബാധകമാകൂ, അല്ലെങ്കിൽ ചില രാഷ്ട്രങ്ങളിൽ ബാധകമാകില്ല. ഇങ്ങനെ ദേശങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ ഭാഷകൾക്കനുസരിച്ചോ സംസ്കാരങ്ങൾക്കനുസരിച്ചോ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടേമല്ല, ഒരു കായിദയല്ല അൽ ലറൂറത്ത് തുബീഹുൽ മഹ്ലൂറാത്ത് എന്ന്. അത് മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പരിപൂർണമായി അധികാരമുള്ള രാഷ്ട്രമാണെങ്കിലും അവിടെയും ഈ കായിദകളെല്ലാം ഉണ്ട്. അപ്പോൾ ഫിഖ്ഹുൽ അഖല്ലിയാത്തിൻ്റെ അതിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകൾ ഇതിനെ ന്യായീകരിക്കുന്നത് ഈ ലറൂറത്ത് മൈനോരിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷമുള്ള രാഷ്ട്രങ്ങളിൽ മാത്രമാണെന്ന രീതിയിലാണ്. അല്ലാമ ബൂത്തി റഹിമഹുല്ല ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഫിഖ്ഹിൻ്റെ നിലപാട് വിശദീകരിച്ചൊരു പണ്ഡിതനാണ്. അദ്ദേഹം ഇങ്ങനെ ഈ ഫിഖ്ഹുൽ അഖല്ലിയാത്തിൻ്റെ പേരിൽ ലറൂറത്ത് എന്ന കായിദയിലൂടെ എല്ലാം ഹലാലാക്കുന്നതിനെക്കുറിച്ച് അൽ ഇബാഹിയ എന്നാണ് പ്രയോഗിച്ചത്. ഇബാഹിയ എന്ന് പറഞ്ഞാൽ എല്ലാം ഹലാലാക്കുന്നവർ എന്ന്. അദ്ദേഹം വളരെ നല്ലൊരു ഗ്രന്ഥം എഴുതി, ലവാബിത്തുൽ മസ്ലഹ, മസ്ലഹത്തിൻ്റെ ക്രൈറ്റീരിയകൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹം ഈ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇത്തരം വിഷയങ്ങൾ നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട്, അതിനോട് എൻഗേജ് ചെയ്തിട്ടുണ്ട്, അതിനോട് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു വിഷയമാണ് ഫിഖ്ഹുസുന്ന. ഫിഖ്ഹുസുന്ന എന്നത് ആ പദം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സുന്നത്ത്, ഹദീസ്, ഹദീസിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന ഫിഖ്ഹ് എന്നതാണ്. ഫിഖ്ഹു സുന്ന എന്ന പേരിൽ നിരവധി ആളുകൾ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അവരെല്ലാം സ്വീകരിച്ചിട്ടുള്ള ശൈലി അല്പം ഹദീസുകൾ എടുത്തു വെക്കുക, എന്നിട്ട് ആ ഹദീസിൽ നിന്ന് അഹ്കാമുകൾ കണ്ടെത്തുക, ഇതാണ് ഫിഖ്ഹ് എന്ന രീതിയിൽ അവതരിപ്പിക്കുക. ഇതാണ് ഫിഖ്ഹുസുന്ന എന്ന പേരിൽ ഗ്രന്ഥം എഴുതിയ മിക്ക ആളുകളും ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ പ്രശസ്തമായ, ജനങ്ങൾക്കിടയിൽ വളരെ പ്രചാരം നേടിയ ഒരു ഗ്രന്ഥമാണ് സയ്യിദ് സാബിഖിൻ്റെ ഫിഖ്ഹുസുന്ന.
ഈ സയ്യിദ് സാബിഖ് എന്ന് പറയുന്നത് ഹസനുൽ ബന്നയുടെ സ്വാധീനത്തിലകപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം അസ്ഹറിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ബ്രദർഹുഡ് ഇഖ്വാനുമായി ബന്ധം പുലർത്തുകയും ആ ഒരു രീതിയിലൂടെ വളർന്നു വരികയും ചെയ്ത വ്യക്തിയാണ്. സയ്യിദ് സാബിഖിൻ്റെ ഫിഖ്ഹു സുന്നക്ക് തഖ്ദീം, അതിന് മുഖവുര എഴുതിയത്, അവതാരിക എഴുതി കൊടുത്തത് ഹസനുൽ ബന്നയാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ ഫിഖ്ഹു സുന്നയുടെ ഉദ്ദേശ ലക്ഷ്യമായി അദ്ദേഹം പരിചയപ്പെടുത്തുന്ന അല്പം ചില കാര്യങ്ങൾ. ഒന്ന്, തഖ്ലീലുൽ ഖിലാഫ്, ഉമ്മത്തിനിടയിലെ ഖിലാഫുകൾ, ഫിഖ്ഹിലെ ഖിലാഫുകൾ കുറച്ചു കൊണ്ടുവരിക, അത് മാക്സിമം ഇല്ലാതാക്കുക. ഇതാണ് ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. മറ്റൊന്ന്, റബത്തുൽ അഹ്കാമി ബിൽ മസാദിർ അൽ അസ്ലിയ, ഫിഖ്ഹിനെ അതിൻ്റെ അടിസ്ഥാനപരമായ പ്രഭവ കേന്ദ്രവുമായി ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആന്, ഹദീസ്, ഇതുമായി ഫിഖ്ഹിനെ ബന്ധപ്പെടുത്തുക. ഇതാണ് രണ്ടാമത്തെ ഒരു ലക്ഷ്യമായി പറയുന്നത്. മറ്റൊന്ന്, അത്തഅസ്സുബുൽ മദ്ഹബിയായ പക്ഷപാതിത്വങ്ങൾ, ഇതില്ലാതാക്കുക. ഇങ്ങനെ 3 ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഫിഖ്ഹു സുന്നക്ക് അതിൻ്റെ വക്താക്കൾ പറയുന്നത്. ഇനി നമ്മൾ ഇതിനോട് നിരൂപണാത്മകമായി, വിമർശനാത്മകമായി ഈ ഫിഖ്ഹു സുന്നയെ നോക്കിക്കാണുമ്പോൾ അവിടെ നമുക്ക് ചിലത് പറയാനുള്ളത്, ഫിഖ്ഹു സുന്നയുടെ ഏറ്റവും വലിയ പ്രശ്നം, അതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത്, ഹദീസിനെ മാത്രം പരിഗണിക്കുന്നു. ഏറി വന്നാൽ ചെറിയ ഒരളവോളം ഖുർആനിൻ്റെ ആയത്തുകളെ കൂടെ പരിഗണിക്കുന്നു. അതിനപ്പുറത്തേക്ക് നിരവധി ദലീലുകൾ ഫിഖ്ഹിനുണ്ട്. ഇജ്മാഅ്, ഖിയാസ് പോലെ അൽ അദില്ലത്തുൽ മുത്തഫഖു, എല്ലാ മദ്ഹബുകളും ഒരുപോലെ അംഗീകരിക്കുന്ന ദലീലുകളുണ്ട്. അതല്ലാതെ മുഖ്തലഫു ഫീഹിയായ ഇസ്തിഹ്സാൻ, ഇസ്തിസ്ഹാബ്, മസാലിഹ് മുർസല, ഇങ്ങനെ നിരവധി ദലീലുകളുണ്ട്. ഈ ദലീലുകളെയെല്ലാം പാടെ നിരാകരിച്ച് കളയുന്ന ഒരു ശൈലിയാണ് ഫിഖ്ഹു സുന്ന എഴുതിയ പണ്ഡിതന്മാർ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇനി ഇവർ രണ്ടാമതൊരു കാര്യം ഫിഖ്ഹു സുന്നയുടെ ലക്ഷ്യമായി പറഞ്ഞിരുന്നത് തഖ്ലീലുൽ ഖിലാഫ്, ഉമ്മത്തിനിടയിലെ ഖിലാഫ് കഴിയുന്നതും കുറച്ചു കൊണ്ടുവരിക എന്നതാണ്. ഈ ഒരു ലക്ഷ്യം സാധ്യമായിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല എന്നതാണ് ശരി. കാരണം ഓരോരുത്തരും ഫിഖ്ഹു സുന്ന എഴുതുന്നത് ഹദീസിൽ നിന്ന് തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ടാണ്. സയ്യിദ് സാബിഖ് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ ആണ് എഴുതിയിട്ടുള്ളത്. അതൊരു പക്ഷേ ഫിഖ്ഹു സുന്നയിൽ ഗ്രന്ഥം എഴുതുന്ന മറ്റൊരു പണ്ഡിതൻ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് പറയുന്ന ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നല്ല, ഇഖ്തിലാഫുകൾ കൂടുകയാണ് ചെയ്തത്. സയ്യിദ് സാബിഖ് അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹു സുന്ന എഴുതിയ ശേഷം നാസിറുദ്ദീനുൽ അൽബാനി അതിനെക്കുറിച്ചൊരു ഗ്രന്ഥം എഴുതി. തമാമുൽ മിന്ന ഫി തഅലീഖ് അലാ ഫിഖ്ഹി സുന്ന എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ നാസിറുദ്ദീനുൽ അൽബാനി ഫിഖ്ഹു സുന്ന എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന് നിരൂപണമായി, ഫിഖ്ഹു സുന്ന എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തെ നിരൂപിച്ചുകൊണ്ട് 14 കൗണ്ടർ പോയിന്റുകൾ, 14 തരം വിമർശനങ്ങളാണ്, 14 ഇനം വിമർശനങ്ങളാണ് അൽബാനി മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖിലാഫ് ഇല്ലാതെയായി പോകും ഫിഖ്ഹു സുന്ന വന്നാൽ എന്നത് വ്യർത്ഥമായ ഒരു സങ്കല്പമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫിഖ്ഹു സുന്ന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ മറ്റൊരു പ്രശ്നമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആശയത്തെ തന്നെ അത് നിരാകരിച്ചു കളയുന്നു എന്നത്. കാരണം ഖിലാഫുകൾ കുറച്ചു കൊണ്ടുവരിക ഫിഖ്ഹിൽ എന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അല്ലാഹു തആലയുടെ തീരുമാനം, അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഖിലാഫുകൾ വേണം എന്ന് തന്നെയാണ്. എൻ്റെ ഉമ്മത്തിൻ്റെ ഇഖ്തിലാഫ് റഹ്മത്താണ്, അയിമ്മത്തിൻ്റെ ഇഖ്തിലാഫ് റഹ്മത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ മുസ്ലിങ്ങൾ വിഭിന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കുക, വിഭിന്ന മദ്ഹബുകളായി വേർതിരിയുക എന്നത് കാരുണ്യമായിട്ട് റഹ്മത്തായിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു റഹ്മത്തിനെ ഇല്ലാതാക്കലാണ് തഖ്ലീലുൽ ഖിലാഫ് എന്ന് പറയുന്നതിലൂടെ ഫിഖ്ഹു സുന്ന അതിൻ്റെ വക്താക്കൾ മുന്നോട്ട് വെക്കുന്നത്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല പറഞ്ഞു, ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് വ്യത്യസ്ത മദ്ഹബുകളായി തിരിഞ്ഞത് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്താണ്, അത് ഈ ഉമ്മത്തിന് റഹ്മത്താണ്, അത് അവരുടെ പ്രവചനം പുലർന്നതാണ് എന്ന രീതിയിൽ വിശദീകരിച്ചത് ജസീലുൽ മവാഹിബ് ഫി ഇഖ്തിലാഫിൽ മദാഹിബ് എന്ന് പറയുന്ന ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാലിക് ഇമാമിനോട് ഒരിക്കൽ അക്കാലത്തെ രാജാവ് വന്ന് പറഞ്ഞു, നിങ്ങളുടെ മുവത്ത പകർത്തി എഴുതിയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് ഞാൻ അയച്ചു കൊടുക്കാം, അത് പ്രകാരം ഇനി എല്ലാവരും അമൽ ചെയ്യട്ടെ, അത് പ്രകാരം എല്ലാവരും പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു, അത് പാടില്ല. ജനങ്ങൾ നിരവധി ഫുഖഹാഇൻ്റെ അറിവ് പ്രകാരം, അവരുടെ ഇൽമു പ്രകാരം, അവരുടെ അഭിപ്രായങ്ങൾ പ്രകാരമാണ് അമൽ ചെയ്യുന്നത്, അതങ്ങനെ തന്നെ തുടരട്ടെ, അതിനെ ഒരിക്കലും എൻ്റെ ഫിഖ്ഹിലേക്ക്, എൻ്റെ മുവത്തയിലേക്ക് ചുരുക്കി കെട്ടേണ്ടതില്ല എന്ന രീതിയിൽ ഇമാം മാലിക് റഹിമഹുല്ല രാജാവിനോട് മറുപടി പറഞ്ഞത് നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയും. ഈ ഫിഖ്ഹു സുന്നയുടെ ആളുകൾ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികൾ പറയുന്നൊരു ന്യായമാണ്, ഇത് ഞങ്ങൾ തുടങ്ങി വെച്ചതല്ല, മുഹദ്ദിസുകൾ തന്നെ ഈ ഒരു ശൈലി തുടർന്നിട്ടുണ്ട് എന്ന്. ഒരു ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഫീഹി ദലീലുൻ അല കഥാ വ കഥ, ഫീഹി ഇസ്തിഹ്ബാബു കഥാ വ കഥ എന്ന പ്രയോഗങ്ങൾ ഈ ഹദീസിൽ നിന്ന് ഈ മസ്അല ലഭിക്കുന്നു എന്ന രീതിയിൽ മുഹദ്ദിസുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾ തുടങ്ങിയതല്ല, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കൃത്യമായൊരു കുതുവത്ത് പറയാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. അവരുടെ ആ വാദം ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. മുഹദ്ദിസുകൾ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഫീഹി ഇസ്തിഹ്ബാബു അല്ലെങ്കിൽ ഫീഹി ദലാലത്തുൻ അലാ കഥാ വ കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്ന് ഈ മസ്അല സുന്നത്താണെന്ന് ലഭിക്കുന്നു എന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അല്ലാൻ റഹിമഹുല്ല പറഞ്ഞു ഇമാം നവവിയുടെ അദ്കാറിൻ്റെ ശറഹിൽ, അതുപോലെ ഇബ്നു ദഖീഖ് റഹിമഹുല്ല പറഞ്ഞു, മുഹദ്ദിസുകൾ ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ ഈ ഹദീസിൽ നിന്ന് ഈ മസ്അല ലഭിക്കുന്നു എന്നവർ പറയും. പക്ഷേ അതുകൊണ്ട് ഈ മസ്അല ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് മുഅ്തമദ് എന്നവർക്ക് വാദമില്ല. ഈ ഹദീസിൽ നിന്ന് ഈ മസ്അല ലഭിക്കുന്നുണ്ടെങ്കിലും മറ്റു ഹദീസുകളിൽ ഇതിന് മുആരിള് എതിർ പ്രമാണങ്ങൾ ഉണ്ടായിരിക്കാം, അതായിരിക്കും ഒരു പക്ഷേ മുഅ്തമദ്. അപ്പോൾ ഫുഖഹാ മുഹദ്ദിസുകൾ വിശദീകരിച്ചത് ഈ ഹദീസിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ലഭിക്കുന്നു എന്നവർ പറഞ്ഞത് അത് മസ്അല എന്ന രീതിയിൽ പറഞ്ഞതല്ല. ആ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ വാചികമായ ലഫ്ളിയായ എല്ലാ ദലാലത്തുകളെയും പറയുക എന്നൊരു രീതിയിൽ മാത്രമാണ് അവർ പറഞ്ഞത്, അല്ലാതെ അതിനൊരു അവരുടെ ഒരു ഫിഖ്ഹ് ആയിട്ട് അവർ അവതരിപ്പിച്ചതല്ല. ഇനി അടുത്തൊരു വിഷയമാണ് അൽ ഫിഖ്ഹുൽ മുഖാറൻ, താരതമ്യ ഫിഖ്ഹ് പഠനം. അൽ ഫിഖ്ഹുൽ മുഖാറൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലനിൽക്കുന്ന മദ്ഹബുകളിൽ നിന്ന് ഒരു വിഷയത്തിൽ വ്യത്യസ്ത മദ്ഹബുകളിൽ നിന്ന് മസ്അല എടുത്തുകൊണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് അതിനെ താരതമ്യം ചെയ്യുക. താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലൂടെയാണ്. അതെത്രത്തോളം ഈ അവസരത്തിൽ തത്ബീക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും,
ജനങ്ങൾക്കത് അമല് ചെയ്യാൻ പറ്റും എന്ന രീതിയിലൊരു താരതമ്യം. മറ്റൊരു താരതമ്യമാണ് അതിൻ്റെ അദില്ലത്തുകൾ. ഇതെത്രത്തോളം ഖുർആനിലും ഹദീസിലും ഇജ്മാഇനോടും ഖിയാസിനോടും യോജിപ്പുണ്ട്, ഏതാണ് റാജിഹ് എന്ന രീതിയിലൊരു ചർച്ച. ഇങ്ങനെയാണ് താരതമ്യം നടക്കുന്നത്. ഈ ഒരൽ ഫിഖ്ഹുൽ മുഖാറൻ എന്ന് പറയുന്നത് വളരെ പ്രശംസനീയമായൊരു വിജ്ഞാന ശാഖ തന്നെയാണ്. അതിന് നിരവധി ഉപകാരങ്ങളുണ്ട്. അതിലൊരു ഉപകാരമാണ് ഒരു മുഖല്ലിദ് തൻ്റെ മദ്ഹബ് അതാണ് റാജിഹ് എന്ന് വിശ്വസിക്കണം എന്ന് കരുതണം എന്ന് തഖ്ലീദിൻ്റെ ഭാഗത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പോൾ എൻ്റെ മദ്ഹബാണ് റാജിഹ് എന്ന് മനസ്സിലാക്കാൻ ഈ ഫിഖ്ഹുൽ മുഖാറൻ കൊണ്ട് സാധിക്കും എന്നതാണ് അതിൻ്റെ ഒരു ഉപകാരം. ഫിഖ്ഹുൽ മുഖാറൻ എന്ന പേരിലല്ലെങ്കിലും ഈ രീതിയിൽ നിരവധി പണ്ഡിതന്മാർ മുൻകാലത്ത് തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം നവവി റഹിമഹുല്ല തൻ്റെ ശറഹ് മുഹദ്ദബ് അൽ മജ്മൂ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിൽ ഇത്തരം ചർച്ചകളാണ് ചെയ്യുന്നത്. ഒരു മസ്അല പറഞ്ഞു പോവുക എന്നതിലുപരി അതിൻ്റെ ദലീലുകളിലേക്ക് കടന്നുകൊണ്ട് ആ വിഷയത്തിൽ മറ്റുള്ള അഭിപ്രായങ്ങൾ ആരൊക്കെയാണ് പറഞ്ഞത്, വ്യത്യസ്ത മദ്ഹബുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഹദീസുകളും ആയത്തുകളും എടുത്തു വെച്ച് കൃത്യമായ ചർച്ച നടത്തുന്നു. അതുപോലെ ഇബ്നു ഖുദാമ റഹിമഹുല്ല നിരവധി പണ്ഡിതന്മാർ ഈ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ഫിഖ്ഹുൽ മുഖാറൻ എന്നത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വിജ്ഞാന ശാഖ ആണെങ്കിലും അതിലിടപെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മറ്റൊരു മദ്ഹബിനെ നിരൂപിക്കുമ്പോൾ ആ മദ്ഹബ് പഠിച്ചിട്ടായിരിക്കണം ആ മദ്ഹബിനെ നിരൂപിക്കേണ്ടത്. ആ മദ്ഹബിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം നോക്കി എന്നിട്ടൊരു മസ്അല എടുത്തു അത് പ്രകാരം നിരൂപണം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ആ നിരൂപണം ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം ഓരോ മദ്ഹബും അതിൻ്റെ ആളുകളിൽ നിന്ന് സുവ്യക്തമായി പഠിച്ച് റാജിഹ് ഏതാണ് മർജൂഹാണ് ഏതാണെന്ന് വേർതിരിച്ചറിഞ്ഞതിൻ്റെ ശേഷമാണ് മുഖാറൻ കമ്പയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അത് തെറ്റിപ്പോകും. അങ്ങനെ നിരവധി അബദ്ധങ്ങൾ, ഖതഅുകൾ പലർക്കും വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മുല്ല അലിൽ ഖാരി റഹിമഹുല്ല ചില കാര്യങ്ങൾ പറയും, ഇതാണ് ഷാഫിഈ ഫിഖ്ഹിൻ്റെ നിലപാടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ഷാഫിഈ ഫിഖ്ഹിൻ്റെ മുഅ്തമദായിരിക്കുകയില്ല. അതുപോലെ ആരിദത്തുൽ അഹ്വദിയിൽ ഇബ്നുൽ അറബി റഹിമഹുല്ല ഷാഫിഈ മദ്ഹബായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു പക്ഷേ അത് ഷാഫിഈ മദ്ഹബിൽ മുഅ്തമദാകണമെന്നില്ല. ഫയിൽ 6-ാം ഭാഗത്തൊരു മസ്അല കാണാം. ഇഹ്യാ ഉൽ മവാത്തിൻ്റെ ഭാഗത്ത് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഷാഫിഈ മദ്ഹബുകാർ അല്ലെങ്കിൽ ഷാഫിഈ ഇമാം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് മാലിക്കി മദ്ഹബുകാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ശരിയല്ല, അങ്ങനൊരു അഭിപ്രായമില്ല, അതവർ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു മദ്ഹബിനെ അതിൻ്റെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ആളുകളിൽ നിന്ന് തന്നെ ആ മദ്ഹബിൻ്റെ റാജിഹും മർജൂഹും വേർതിരിച്ച് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ തെറ്റിപ്പോകും. അപ്പോൾ ഈ ഫിഖ്ഹുൽ മുഖാറൻ എന്ന് പറയുന്ന വിജ്ഞാന ശാഖയിൽ ഇടപെടുന്ന വ്യക്തികൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓരോ മദ്ഹബും സ്വയം ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കാതെ അതിൻ്റെ ഉലമായിൽ നിന്ന് റാജിഹും മർജൂഹും വേർതിരിച്ച് പഠിച്ചെടുക്കുക എന്നതാണ്. രണ്ടാമത്തൊരു കാര്യം, ദലീൽ പ്രകാരം ഈ മദ്ഹബാണ് റാജിഹ് എന്ന് പറയുമ്പോൾ മറ്റുള്ള മദ്ഹബുകളെ കൂടെ അംഗീകരിച്ചു കൊണ്ടായിരിക്കണം ആ പറയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇമാം നവവിയും ഇബ്നു ഖുദാമ റഹിമഹുമുല്ല ഇവരെല്ലാം ഇത്തരം ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും തങ്ങളുടെ മദ്ഹബാണ് റാജിഹ് എന്ന് സമർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അതല്ലാത്ത മദ്ഹബുകളെയും സ്വീകരിക്കാം, അതും ശരിയാണ്, കമ്പാരിറ്റീവ്ലി റാജിഹ് ഇതാണ് എന്നതാണ് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മറ്റുള്ള മദ്ഹബുകൾ തെറ്റാണെന്നോ അതിനെ അനുധാവനം ചെയ്യാൻ പാടില്ല എന്നോ ഈ അയിമത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഫിഖ്ഹുൽ മുഖാറൻ എന്ന് പറയുന്ന വിജ്ഞാന ശാഖ പോകാനും പാടില്ല. മറ്റുള്ള മദ്ഹബുകൾ തെറ്റാണ്, ഇത് മാത്രമാണ് സ്വീകാര്യമായത് എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്ക്.
മറ്റൊരു വിഷയമാണ് ഫിഖുഹുൻ നവാസിൽ. ഫിഖുഹുൻ നവാസിൽ എന്ന് പറയുന്നത് പുതിയ വിഷയങ്ങൾ അതിന് മറുപടി കണ്ടെത്താനുള്ള മാർഗം. നാസിൽ ഈ പ്രയോഗം ഇമാം ഷാഫിഈ തന്നെ റഹിമഹുല്ല തന്നെ പ്രയോഗിച്ചതായിട്ട് ഇമാം സുയൂത്തി റഹിമഹുല്ലയുടെ അൽ ഹാവിലിൽ ഫത്താവി എന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. പുതിയതായി വരുന്ന മസ്അലകൾ, വിഷയങ്ങൾ, ഇഷ്യൂസ്, അതിനാണ് നാസിൽ എന്ന് പറയുന്നത്. ഈ നാസിലുകൾക്ക്, അതായത് നവാസിലുകൾക്ക് കൃത്യമായ ഫിഖ്ഹിൻ്റെ മറുപടി കണ്ടെത്തുക, ഇതാണ് ഫിഖ്ഹുൻ നവാസിൽ. ഇത് പണ്ട് കാലത്തും ഇക്കാലത്തും ഉലമാ ചെയ്തു വരുന്നതും ചെയ്യുന്നതുമാണ്. ബഹ്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് അവർ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഈ ബഹ്സിനെ തന്നെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചു, മറ്റൊരു പേരിലും രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിച്ചു എന്നേയുള്ളൂ ഫിഖ്ഹുൻ നവാസിൽ എന്ന് പറയുന്നത്. മദ്ഹബുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഫുഖഹാ പറഞ്ഞ ഖവായിദുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ നുസൂസുകളിൽ നിന്ന്, അവരുടെ ലാബിത്തകളിൽ നിന്ന്, ക്രൈറ്റീരിയകളിൽ നിന്നുകൊണ്ട് പുതിയ വിഷയങ്ങളെ അപഗ്രഥിക്കുക, അതിൻ്റെ ഹുക്മ് കണ്ടെത്തുക, ഇതാണ് ഫിഖ്ഹുൻ നവാസിൽ. ഈ ഫിഖ്ഹുൻ നവാസിൽ എന്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും നമ്മളതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇതുവരെയുള്ള ഉലമാ ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും എല്ലാ വിഷയങ്ങൾക്കും നിവാരണം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ക്ലോണിംഗ്, ട്രാൻസ്ജെൻഡർ, ഇങ്ങനെ ഓരോ വിഷയം വന്നപ്പോഴും അവർ മദ്ഹബിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ അതിന് നിവാരണം കണ്ടെത്തി. ഫിഖ്ഹുൻ നവാസിൽ എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയക്ക് ബഹ്സ് തന്നെ മതിയാകും. ബഹ്സിൻ്റെ അപ്പുറത്തേക്ക് മാറിക്കൊണ്ട് ഇജ്തിഹാദ് എന്ന ഒരു രീതിയിലേക്ക് ഫിഖ്ഹുൻ നവാസിലിനെ കൊണ്ടുപോകേണ്ടതില്ല. പുതിയ വിഷയങ്ങൾക്ക് നിവാരണം കണ്ടെത്താൻ, അതിൻ്റെ ഹുക്മ് കണ്ടെത്താൻ ഇജ്തിഹാദ് അത്യാവശ്യമാണ് എന്ന് പറയുന്നവരുണ്ട്. അവരാ വാദം അങ്ങനെ ഉന്നയിക്കുന്നു എന്നല്ലാതെ പലപ്പോഴും പുതിയ വിഷയങ്ങളുടെ മുന്നിൽ പരിഭ്രമിച്ച് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ട്രാൻസ്ജെൻഡറിൻ്റെ വിഷയം വന്നപ്പോൾ, അതുപോലെ ക്ലോണിങ്ങിൻ്റെ വിഷയം വന്നപ്പോൾ, LGBT, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ വന്നപ്പോൾ പാരമ്പര്യമായി ഫിഖ്ഹിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പണ്ഡിതന്മാർ അവർ ബഹ്സ് എന്ന് പറയുന്ന ഈ പ്രക്രിയയിലൂടെ ഇത്തരം വിഷയങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്തി. ഒരിക്കലും മദ്ഹബ് വിട്ടുകൊണ്ട് ഖുർആനിലോ സുന്നത്തിലോ ഇജ്തിഹാദ് ചെയ്യാൻ അവർ പോയിട്ടില്ല. ഖുർആനിലും സുന്നത്തിലും തന്നെ ഇജ്തിഹാദ് ചെയ്യണം, അതിൽ നിന്ന് തന്നെ മസ്അലകൾ കണ്ടെത്തണം എന്ന് പറയുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങൾ വന്നപ്പോൾ അവിടെ പത്തി മടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് വന്ന പുതിയൊരു നാസിലായിരുന്നു പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരം പള്ളികളിൽ പോയി നിസ്കരിക്കാൻ സാധിക്കുകയില്ല. ഫിഖ്ഹിനെ പാരമ്പര്യമായ മദ്ഹബി ശൈലിയിലൂടെ മനസ്സിലാക്കുന്ന പണ്ഡിതന്മാർ അവർ അതിന് നിവാരണം കണ്ടെത്തി. ഓരോരുത്തർക്കും അവരുടെ വീട്ടുകളിൽ നിന്ന് തന്നെ നിസ്കരിക്കാം. പക്ഷേ ഇതേ സമയം ഇവിടെ എല്ലാം സഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, എല്ലാത്തിനും സഹീഹായ ഹദീസ് നമ്മൾ തന്നെ അറിയണമെന്ന് പറയുന്ന ചില ആളുകൾ ഇവിടെയുണ്ട്. അവരോട് ഈ വിഷയത്തിലൊരു ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാ വീട്ടിലും ഓരോരുത്തരും അവരുടെ വീടുകളിൽ പെരുന്നാൾ നിസ്കരിക്കുന്നതിൻ്റെ ആയത്തെന്താണ്, ഹദീസ് എന്താണ്, ഈ നാസിലിൻ്റെ ഹുക്ം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ ഫിഖ്ഹുൻ നവാസിൽ, ബഹ്സ് എന്ന് പറയുന്ന പ്രക്രിയക്ക് നമ്മുടെ പാരമ്പര്യമായ ഫിഖ്ഹ് ശൈലി, അതായത് ബഹ്സ് തന്നെ മതിയാകുവോളം പര്യാപ്തമാണ്. അതും വിട്ടുകൊണ്ട് ഇജ്തിഹാദിൻ്റെ ഒരാവശ്യമില്ല. ഇനി അൽ ഇജ്തിഹാദു തൻസീലി എന്ന് പറയുന്ന ഒരു സംജ്ഞയുണ്ട്. ഇജ്തിഹാദു തൻസീലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്കാമുകളെ, ഫിഖ്ഹിൻ്റെ വിധികളെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ശൈലിയാണ്.
എന്നതിനെക്കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അൽ ഇജ്തിഹാദു തൻസീലി എന്ന് പറയുന്നത്. ഇവർ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളായി പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ഫിഖ്ഹുൽ ഹുക്കും, മറ്റൊന്ന് ഫിഖ്ഹുൽ മഹല്ല്. ഈ രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് ഫിഖ്ഹ് അവതരിപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഫിഖ്ഹുൽ ഹുക്കും എന്ന് പറയുന്നത് എന്താണ് ഹുക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഫിഖ്ഹുൽ മഹല്ല് എന്ന് പറയുന്നത് ഈ ഹുക്കുമിനെ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത്, എവിടെയാണോ തത്ബീഖ് ചെയ്യുന്നത്, ആ മഹല്ലിനെ, ആ വാക്കിനെ കൃത്യമായി മനസ്സിലാക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അൻ നളറു ഫിൽ അബാദി സമാനിയത്തി വൽ മക്കാനിയ, കാലവും സ്ഥലവും പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഹുക്കുമിനെ അവതരിപ്പിക്കേണ്ടത്, ഫിഖ്ഹിനെ അവതരിപ്പിക്കേണ്ടത്. ആ രീതിയിലൊരു ഫിഖ്ഹ് ഉയർത്തിക്കൊണ്ടുവരണം, ആ രീതിയിലൊരു ഇജ്തിഹാദ് നടക്കണം എന്നാണ് പറയുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഫിഖ്ഹിൻ്റെ അഹ്കാമുകളുടെ വാലിഡിറ്റി, അതിൻ്റെ സാധുത, അതിന് നിദാനമായി എടുക്കേണ്ടത് അതെത്രത്തോളം അപ്ലിക്കബിളാണ്, ജനങ്ങൾക്ക് അതെത്രത്തോളം സ്വീകാര്യമാണ്, അതെത്രത്തോളം കാലോചിതമാണ്, ഓരോ പ്രദേശത്തോടും എത്രത്തോളം യോജിക്കുന്നു എന്നതിനെ പരിഗണിച്ചാണ് എന്നാണ് ഇവർ പറയുന്നത് അൽ ഇജ്തിഹാദു തൻസീലി എന്ന് പറയുന്നത്. ഒരു മസ്അല സമൂഹത്തോട് പറയുമ്പോൾ, ഫത്വ നൽകുമ്പോൾ സമൂഹത്തിൻ്റെ അവസ്ഥ കൂടെ, ആ വ്യക്തിയുടെ അവസ്ഥ കൂടെ പരിഗണിക്കണം എന്നതിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ കാലത്തെ ഉലമാ അങ്ങനെ തന്നെയാണ് ഫത്വകൾ നൽകി പോന്നതും. അതുകൊണ്ട് ആണല്ലോ ഖവായിദിൻ്റെ കിതാബിൽ ഒരു ചർച്ചയുണ്ട്. ഒരു പണ്ഡിതൻ്റെ തന്നെ ഫത്വയും അദ്ദേഹം സ്വന്തമായി എഴുതിയ ഗ്രന്ഥവും തമ്മിൽ എതിരായാൽ ഏതിനെയാണ് മുന്തിക്കേണ്ടത്? അവിടെ ഉലമാ പറഞ്ഞു അവിടെ ഗ്രന്ഥത്തെയാണ്, കിതാബിനെയാണ് മുന്തിക്കേണ്ടത്. കാരണം ഫത്വ അദ്ദേഹത്തിൻ്റേത് തന്നെയാണെങ്കിലും ഫത്വ ഒരു പക്ഷേ അത് നൽകപ്പെടുന്ന വ്യക്തിയെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സമയത്തെ പരിഗണിച്ചുകൊണ്ട് നൽകിയതായിരിക്കാം. കൃത്യമായ മദ്ഹബിൻ്റെ ഹുക്കുമ്, ഫിഖ്ഹിൻ്റെ വീക്ഷണം അത് വ്യക്തിയെ പരിഗണിക്കാതെ പറഞ്ഞിട്ടുണ്ടാവുക കിതാബിലാണ്. അതുകൊണ്ട് കിതാബാണ് മുന്തിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ശൈലി ഫിഖ്ഹിനെ അവതരിപ്പിക്കുമ്പോൾ സമയവും കാലവും പ്രദേശവും വ്യക്തിയെയും സമൂഹത്തെയും എല്ലാം പരിഗണിക്കുക എന്നുള്ളത് കഴിഞ്ഞ കാലത്ത് പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അവരാരും അതുകൊണ്ട് ഇങ്ങനെ കാലഘട്ടത്തോട് ഒരു മസല നമുക്ക് തത്ബീക്കാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് സാധുതയില്ല എന്നവരാരും പറഞ്ഞിട്ടില്ല. അവർ ചെയ്തിട്ടുള്ളത് ലൈഫായ അഭിപ്രായമാണെങ്കിൽ പോലും ആ ലൈഫ് അനുസരിച്ച് ഫത്വ കൊടുക്കും. അതേസമയം ഇവിടെ മുഅ്തമദായ ഒരു അഭിപ്രായമുണ്ട്, അത് തന്നെയാണ് മദ്ഹബിൽ മുഅ്തമദ്, അതിന് അതിൻ്റേതായ വാലിഡിറ്റിയും സാധുതയും ഉണ്ട് എന്നവർ അംഗീകരിച്ച് നൽകിയിട്ടുണ്ട്. ഈ ഇജ്തിഹാദു തൻസീലി എന്ന് പറയുന്ന ഇതിൻ്റെ വക്താക്കൾ ചെയ്യുന്നത് കഴിഞ്ഞകാല ഉലമാ ചെയ്യുന്നത് പോലെയാണെന്ന് തോന്നുമെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. അവർ പറയുന്നത് ഇതിൻ്റെ വാലിഡിറ്റി തന്നെ, ഒരു ഹുക്കുമിൻ്റെ സാധ്യത തന്നെ നിർണ്ണയിക്കേണ്ടത് എത്രത്തോളം അപ്ലിക്കബിളാണ്, എത്രത്തോളം ഇവിടെ തൻസീൽ ചെയ്യാൻ കഴിയും എന്നതിനെ പരിഗണിച്ചുകൊണ്ടാണ്, അതിന് മാത്രമാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന രീതിയിലാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാമിക ഫിഖ്ഹ് ചെയ്യുന്നത് സൊസൈറ്റി എന്ത് ഡിമാൻഡ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് അങ്ങനെ ഫത്വ നൽകുക എന്നല്ല. കൃത്യമായ ഹുക്കുമുകൾ ഇസ്ലാമിക ഫിഖ്ഹിനകത്തുണ്ട്. അതിനനുസരിച്ച് സൊസൈറ്റിയെ റിഫോം ചെയ്യുക, സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ്. സിമ്പിളായ ഒരു ഉദാഹരണം പറഞ്ഞാൽ മദ്യപാനം ഹറാമാണ്. എല്ലാവരും മദ്യപിക്കുന്നു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ മദ്യപാനം ഒരു ഗവൺമെൻറ് നിർബന്ധമാക്കി എന്ന് സങ്കല്പിക്കുക, അതുകൊണ്ട് ഫിഖ്ഹ് അങ്ങോട്ട് മാറുകയല്ല. ജനങ്ങളെ അതിൽ നിന്ന് ബോധവൽക്കരിച്ചുകൊണ്ട് മദ്യപിക്കാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. സമൂഹത്തിലാണ് ഇസ്ലാമിക ഫിഖ്ഹ് മാറ്റം വരുത്തുന്നത്, അവിടെയാണ് ശ്രദ്ധിക്കുന്നത്, ഫോക്കസ് നൽകുന്നത്. അല്ലാതെ ജനങ്ങൾക്കനുസരിച്ച്,
ഫിഖ്ഹിൽ ഇക്കാലത്ത് നിരവധി ഗ്രന്ഥങ്ങൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വന്നുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മൗസൂഅ ഫിഖ്ഹിയ എന്ന് പറയുന്നത്. മൗസൂഅ എന്ന് പറയുന്നത് എൻസൈക്ലോപീഡിയ എന്നതാണ് അതിൻ്റെ അർത്ഥം. എൻസൈക്ലോപീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലിഫ് ബ ഇ ആൽഫബറ്റിക് ഓർഡറിൽ ഫിഖ്ഹിൻ്റെ വിഷയങ്ങൾ തർത്തീബ് ചെയ്തുകൊണ്ട് വ്യത്യസ്ത മദ്ഹബുകളുടെ വീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക എന്നതാണ്. ഇത് ഫിഖ്ഹ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. കാരണം ഫിഖ്ഹിൻ്റെ മലാൻ അറിയുക എന്നത് വളരെ പ്രയാസകരമാണ്. ഓരോ മസലയും അത് എവിടെയാണ് പറഞ്ഞിട്ടുണ്ടാവുക പാരമ്പര്യ കിതാബുകളിൽ എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രയാസമാണ്. അതിന് നിരന്തരമായ അത്തരം ഗ്രന്ഥങ്ങളോട് പരിചയപ്പെടണം. അപ്പോൾ ഈ ഒരു പരിചയമില്ലാത്തവർക്ക് പോലും ഫിഖ്ഹിൻ്റെ അഹ്കാമുകൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ് മൗസൂഅ ഫിഖ്ഹിയ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ. ഇതൊരു മദ്ഹബിൻ്റെ അകത്ത് തന്നെ നിന്നുകൊണ്ട് ഒരു മദ്ഹബിലെ നിയമങ്ങൾ മാത്രം ആൽഫബറ്റിക് ഓർഡറിൽ സംവിധാനിച്ചതുണ്ട്. അതുപോലെ വ്യത്യസ്ത മദ്ഹബുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവതരിപ്പിച്ചതുമുണ്ട്. ഇതിലെടുത്തു പറയേണ്ട ഒരു ഗ്രന്ഥമാണ് കുവൈത്ത് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച അൽ മൗസൂഅ അൽ ഫിഖ്ഹിയ അൽ കുവൈത്തിയ എന്ന് പറയുന്ന ഗ്രന്ഥം. 45 വോള്യങ്ങളാണ് ഈ ഗ്രന്ഥമുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് വ്യത്യസ്ത മദ്ഹബുകളിൽ 4 മദ്ഹബുകളിൽ നിന്നുള്ള അഹ്കാമുകൾ ഉണ്ട് എന്നതിനുപരിയായിട്ട് അതത് മദ്ഹബുകളിലെ പണ്ഡിതന്മാർ ചേർന്നുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം, ഒരു മദ്ഹബിനെ തെറ്റായിട്ട് മനസ്സിലാക്കുക, ആ മദ്ഹബിൽ റാജിഹല്ലാത്തത് റാജിഹായിട്ട് മനസ്സിലാക്കുക എന്നത് ഈ കിതാബിൽ നമ്മൾ കണ്ടിട്ടില്ല. അത് മിക്കവാറും കുറയും. കാരണം അതത് മദ്ഹബുകളിൽ നിന്ന് തന്നെയുള്ള പണ്ഡിതന്മാരാണല്ലോ ഇതിൽ ഇടപെടുന്നത്. മാത്രമല്ല വെറും മസലകൾ പറഞ്ഞു പോകുന്നതിന് പകരം അതിന് കൃത്യമായി അതിൻ്റെ മറാജികൾ, ഷാഫി മദ്ഹബിലെ ഒരു മസല പറയുകയാണെങ്കിൽ ഇത് മുഗനിയിൽ നിന്നാണോ തുഹ്ഫയിൽ നിന്നാണോ ഷിർവാനിയിൽ നിന്നാണോ എന്ന് കൃത്യമായി താഴെ എഴുതി കൊടുക്കുകയും ഫുട് നോട്ടായിട്ട് കൊടുക്കുകയും ചെയ്തതുകൊണ്ട് നമുക്ക് കൂടുതൽ അന്വേഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വേണ്ടിയിട്ട് പഴയകാല ഗ്രന്ഥങ്ങളിലേക്ക് തന്നെ പോകുവാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലത്ത് ഫിഖ്ഹിൽ നിരവധി പുതിയ ട്രെൻഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ട്രെൻഡുകളിൽ ചിലത് വളരെ പ്രശംസനീയമാണ്, നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതേസമയം മറ്റു ചില കാര്യങ്ങൾ ഇസ്ലാമിക ഫിഖ്ഹിന് എതിരായതും ഇതുവരെ പണ്ഡിതന്മാർ തുടർന്നു വന്ന ശൈലി അതിനോട് യോജിക്കാത്തതുമാണ്. മിക്ക ആളുകളും ഇജ്തിഹാദ് വേണം, അത് തൻസീലി അല്ലെങ്കിൽ ജമാഇ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വ്യക്തിപരമായ ഇജ്തിഹാദ് തന്നെയൊക്കെ വേണമെന്ന് പറയുന്നത് ബഹ്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച് കൃത്യമായ വിവരമില്ലാത്തത് കൊണ്ടാണ്. ആ ഒരു ഭാഗത്തെ അവർ പരിഗണിക്കാത്തത് കൊണ്ടാണ്. പുതിയ വിഷയങ്ങൾ ഏത് തന്നെ വന്നാലും അതിനെല്ലാം മദ്ഹബിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇജ്തിഹാദ് ഇല്ലാതെ തന്നെ ഉത്തരം കണ്ടെത്താനുള്ള മാർഗങ്ങൾ മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ബഹ്സ് എന്ന് പറയുന്നത്. ഈ ബഹ്സ് മുഖേന നമുക്ക് ഏത് പ്രശ്നമാണെങ്കിലും ഏത് വിഷയങ്ങളാണെങ്കിലും അതിൻ്റെ എല്ലാം കൃത്യമായ മറുപടികൾ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ബഹ്സ് എന്ന് പറയുന്ന ഈ പ്രക്രിയ ഇതിനെ കൃത്യമായി പഠിക്കുകയും അപ്ലൈ ചെയ്യുകയുമാണ് വേണ്ടത്. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ സത്യമായി മനസ്സിലാക്കാനും അതിനെ അനുധാവനം ചെയ്യാനും തൗഫീക്ക് നൽകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജസല്ലാഹു അന്നാ അഹ്മദൻ ഖൈറ മാ ജസ ഫമുസ്ജഅനാ ബിൽ ഹഖ് ഫൽ ഹഖ് വബലജ്.